ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. Malabar Gold and Diamonds. Celebrate the beauty of life. നമസ്കാരം. ജില്ലാ വാർത്തകൾ. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സ്മരണകൾ ഉണർത്തി വിഷു ആഗതമായി. എല്ലാ പ്രേക്ഷകർക്കും ജില്ലാ വാർത്തകളുടെ വിഷു ആശംസകൾ. പ്രധാന വാർത്തകളിലേക്ക്. ഗൃഹാതുരത്വത്തിന്റെ പൂത്തിരികളുമായി വിഷു ആഗതമായി. നാടും നഗരവും വിഷു ആഘോഷ തിരക്കിൽ. വിഷൻ 2030ന്റെ ഭാഗമായ ജനസഭ ഏപ്രിൽ 18, 21, 23 തീയതികളിൽ. ആരോഗ്യം, റോഡ് വികസനം, സ്ത്രീ ശാക്തീകരണം എന്നിവയ്ക്ക് മുൻതൂക്കമെന്ന് മന്ത്രി മുനീർ. രാമനാട്ടുകര ബൈപ്പാസിൽ ബസും ലോറിയും കൂട്ടിയിടിച്ച് അപകടം, 3 മരണം. വാർത്തകൾ വിശദമായി. മലയാളികളുടെ മനസ്സിൽ ഗൃഹാതുരത്വത്തിന്റെ 1000 പൂത്തിരികൾ കത്തിച്ചുകൊണ്ട് വിഷു ആഗതമായി. വിഷുക്കണി കണ്ടും സദ്യ ഒരുക്കിയും ആഹ്ലാദത്തിന്റെ ഈ വേള അനശ്വരമാക്കാനുള്ള ഒരുക്കത്തിലാണ് നാടെങ്ങുമുള്ള മലയാളികൾ. മേടപ്പുലരിയുടെ വരവ് വിളിച്ചോതിക്കൊണ്ട് നാടെങ്ങും കണിക്കൊന്നകൾ പൂക്കുമ്പോൾ മലയാളികൾ വിഷുവിനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. സ്വർണ്ണവർണ്ണമാർന്ന കൊന്നപ്പൂക്കൾ കൊണ്ട് പ്രകൃതിയൊരുക്കുന്ന വിസ്മയ കാഴ്ചയാണ് വിഷുവിന്റെ ഒരു പ്രത്യേകത. വിഷുവിനെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. രാമായണവുമായി ബന്ധപ്പെട്ടതും നരകാസുരവധവുമായി ബന്ധപ്പെട്ടതുമാണ് അതിൽ പ്രധാനം. ഐതിഹ്യങ്ങൾക്കപ്പുറം വിളവെടുപ്പിന്റെ ഉത്സവം കൂടിയാണ് വിഷു. കാർഷിക സമൃദ്ധിയുടെ സ്മരണകൾ നിറയുന്ന കണി ഒരുക്കലാണ് വിഷു ആഘോഷത്തിന്റെ പ്രധാന ചടങ്ങുകളിലൊന്ന്. അലങ്കരിച്ച കൃഷ്ണവിഗ്രഹത്തിനു മുൻപിൽ കത്തിച്ചുവെച്ച നിലവിളക്കും ഓട്ടുരുളിയിൽ ഉണങ്ങലരിയും ഫലവർഗ്ഗങ്ങളും അഷ്ടമംഗല്യവും സ്വർണവും പണവും എല്ലാം ഒരുക്കിയാണ് വിഷുക്കണി തയ്യാറാക്കുന്നത്. പുലർച്ചെ എഴുന്നേറ്റ് അമ്മമാർ കുട്ടികളെ കണ്ണുപൊത്തിക്കൊണ്ടുവന്ന് കണി കാണിക്കും. 1 വർഷം നീണ്ടു നിൽക്കുന്ന സമൃദ്ധിയിലേക്കാണ് കണ്ണു തുറക്കുക എന്നതാണ് ഇതിന്റെ സങ്കല്പം. കണി കണ്ടുവന്നാൽ വീടുകളിലെ മുതിർന്നവർ കുട്ടികൾക്ക് വിഷു കൈനീട്ടം നൽകും. ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യയും ഉണ്ടാകും. പടക്കങ്ങൾ പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചും കുട്ടികൾ ആഘോഷവേള അനശ്വരമാക്കും. സമ്പൽ സമൃദ്ധമായ പോയ കാലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ആഘോഷം. എല്ലാ പ്രേക്ഷകർക്കും ജില്ലാ വാർത്തകൾ ടീമിന്റെ വിഷു ആശംസകൾ. മേടപ്പുലരിയിൽ നന്മയും സമൃദ്ധിയും കണി കാണാൻ നഗരമൊരുങ്ങി. നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം വിഷു തിരക്കിലായിരുന്നു. വിലക്കയറ്റം ആഘോഷങ്ങൾക്ക് കരിനിഴൽ വീഴ്ത്തിയെങ്കിലും വഴിയോര വിപണി സാധാരണക്കാർക്ക് ആശ്വാസമായി. മിഠായി തെരുവിൽ വാഹന ഗതാഗതം നിരോധിച്ചിരുന്നു. വിഷുത്തലേന്ന് വിഷുക്കോടിയും പടക്കവും സദ്യയൊരുക്കത്തിനുള്ള സാധനങ്ങൾ വാങ്ങാനെത്തിയവരെ കൊണ്ട് അക്ഷരാർത്ഥത്തിൽ നഗരം വീർപ്പുമുട്ടി. വിഷുക്കണി ഒരുക്കാനുള്ള എല്ലാ സാധനങ്ങളും മാനാഞ്ചിറ പരിസരം മിഠായി തെരുവ്, മൊഫീസൽ ബസ് സ്റ്റാൻഡ്, പാളയം സ്റ്റാൻഡ് തുടങ്ങിയിടങ്ങളിലെ തെരുവ് കച്ചവടക്കാർ ഒരുക്കി. കുഞ്ഞുടുപ്പുകൾ മുതൽ എല്ലാ വസ്ത്രങ്ങളും തെരുവ് വിപണിയിലുണ്ടായിരുന്നു. പട്ടുപാവാട, ചുരിദാർ, ഷർട്ട്, സാരി എന്നിവയ്ക്കെല്ലാം വിലക്കുറവുണ്ടായിരുന്നു. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ തീർത്ത ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയുണ്ടായിരുന്നു. 80 രൂപ മുതലായിരുന്നു വില. ചൈനീസ് പടക്കങ്ങളുടെ വർണ്ണവൈവിധ്യത്തിൽ പടക്ക വിപണി സജീവമായിരുന്നു. വൻ തിരക്കാണ് പടക്കക്കടകളിൽ ഉണ്ടായിരുന്നത്. ചൈനീസ് പടക്കങ്ങൾക്കായിരുന്നു ആവശ്യക്കാർ ഏറെ. വിഷുവിനോടനുബന്ധിച്ച് തുടങ്ങിയ മേളകളിലും വൻ തിരക്കാണ്.
കൈത്തറി വസ്ത്ര പ്രദർശന വിപണനമേള റീജിയണൽ പബ്ലിക് ലബോറട്ടറി മൈതാനത്ത് തുടങ്ങി. സംസ്ഥാന കൈത്തറി വികസന ഡയറക്ടറേറ്റിന്റെയും ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിലായിരുന്നു മേള. 20% റിബേറ്റ് നൽകിയാണ് കൈത്തറി ഖാദി മേളകളിൽ വസ്ത്രങ്ങൾ വിൽക്കുന്നത്. വിഷുവിനോടനുബന്ധിച്ച് ഗൃഹോപകരണ കച്ചവടം തകൃതിയാണ്. വിഷുവിന് കണിവയ്ക്കാനും സദ്യയൊരുക്കാനുമായി വിവിധ സംഘടനകൾ പച്ചക്കറി ചന്തകളും ആരംഭിച്ചിരുന്നു. കണിവെള്ളരി ഉഷാറോടെ തെരുവിലുണ്ടായിരുന്നു. പലയിടങ്ങളിലും പല വിലയാണ് ഈടാക്കിയത്. ഞായറാഴ്ച 30 രൂപയ്ക്ക് വിറ്റ കണിവെള്ളരി തിങ്കളാഴ്ച വിറ്റത് 40 രൂപയ്ക്ക് മുകളിലോട്ടായിരുന്നു. സാധാരണക്കാരുടെ കീശ കാലിയാക്കാത്ത തെരുവു കച്ചവടം ഇത്തവണയും വൻ ഹിറ്റായിരുന്നു. നഗരത്തിരക്കിനെ തുടർന്ന് പലയിടത്തും ഗതാഗതക്കുരുക്കുണ്ടായി. കോഴിക്കോട്ടെ രാമനാട്ടുകര ബൈപ്പാസിൽ ടൂറിസ്റ്റ് ബസ് ചരക്ക് ലോറിയുമായി കൂട്ടിയിടിച്ച് മറിഞ്ഞ് 3 പേർ മരിച്ചു. മൂകാംബിക സന്ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഇടുക്കി നെടുങ്കണ്ടം സ്വദേശികളാണ് മരിച്ചത്. പുലർച്ചെ 2:45 അപകടം. 40ഓളം പേർക്ക് പരിക്കേറ്റു. ഇടുക്കി നെടുങ്കണ്ടം സ്വദേശികളായ ചന്ദ്രശേഖരൻ, ജയലക്ഷ്മി, അനു എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. ഇവർക്കൊപ്പം ബസ്സിലുണ്ടായിരുന്ന 40ഓളം പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. മൂകാംബിക സന്ദർശനം നടത്തി തിരിച്ചുവരികയായിരുന്നു സംഘം. മടങ്ങും വഴി രാമനാട്ടുകര ബൈപ്പാസ് ജംഗ്ഷനിൽ വെച്ച് തമിഴ്നാട്ടിൽ നിന്നും ചരക്കു കയറ്റിയെത്തിയ ലോറി ബസ്സിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബസ് മറിഞ്ഞതാണ് അപകടത്തിന്റെ തോത് വർദ്ധിക്കാൻ കാരണം. അപകടം നടന്നയുടനെ സ്ഥലത്തെത്തിയ പോലീസും നാട്ടുകാരും രക്ഷാപ്രവർത്തനം നടത്തിയതിനാൽ കൂടുതൽ ജീവനുകൾ രക്ഷിക്കാനായി. 5ഓളം പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. പരിക്കേറ്റവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മേഖലയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു CCTV സ്ഥാപിച്ചിരുന്നത്. അപകട കാരണം ലോറി ഡ്രൈവറുടെ അശ്രദ്ധ മൂലമാണെന്നാണ് പ്രാഥമിക വിവരം. കോഴിക്കോട് സൌത്ത് നിയോജക മണ്ഡലത്തിലെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന വിഷൻ 2030ന്റെ ഭാഗമായുള്ള ജനസഭ ഏപ്രിൽ 18, 21, 23 തീയതികളിൽ നടക്കുമെന്ന് മണ്ഡലത്തിലെ MLA കൂടിയായ മന്ത്രി MK മുനീർ പറഞ്ഞു. വിഷൻ 2030ന്റെ 2ാമത് ജനസഭയാണിത്. ആരോഗ്യം, വിദ്യാഭ്യാസം, സ്ത്രീ ശാക്തീകരണം, റോഡ് വികസനം എന്നിവയാണ് വിഷൻ 2030 ഊന്നൽ നൽകുന്നത് എന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് സൌത്ത് നിയോജക മണ്ഡലത്തിൽ വരുന്ന 18 മുതൽ 23 വരെ 6 മേഖലകളിലായി ജനസഭ സംഘടിപ്പിക്കുകയാണ്. ഇത്തവണത്തെ ജനസഭയിൽ ഞങ്ങൾ കുറേ കാര്യങ്ങൾ കൂടുതലായി ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. വിമൻസ് കമ്മീഷന്റെ ഒരു സിറ്റിംഗ് ഉണ്ടാകാൻ പോകുന്നുണ്ട്. വൈകല്യമുള്ളവർക്ക് കാർഡ് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സിറ്റിംഗ് ഉണ്ട്. അത് സ്കൂളുകളിലെ ഹെഡ് മിസ്ട്രസ് വഴി നമ്മൾ അനാഥരായിട്ടുള്ള കുട്ടികളുടെ കണക്കെടുത്തിട്ട് അവർക്ക് സ്നേഹപൂർവ്വം പദ്ധതിയിലുള്ള സഹായം കൊടുക്കുകയാണ്. 10 കോടി ഗവൺമെന്റിൽ നിന്നും 10 കോടി ജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്തുകൊണ്ട് ഒരു ഏറ്റവും നൂതനമായിട്ടുള്ള നിംഹാൻസ് മോഡലുള്ള ഒരു ആശുപത്രിയാക്കി കുതിരവട്ടത്തെ മാറ്റും. അതിനുവേണ്ടി നിംഹാൻസിൽ സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഒരു ടെക്നിക്കൽ ഗ്രൂപ്പിനെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത്? ഓർഗാനിക് ഫാമിൽ നിന്ന് ശേഖരിക്കുന്ന നെല്ലിക്കയാൽ തയ്യാർ ചെയ്യപ്പെടുന്ന നിവി ആംല ജ്യൂസ് ആഹാരത്തിന്റെ ഭാഗമാക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. നിവി ആംല ജ്യൂസ്. നിവി ആംല ജ്യൂസ്, മെനി ബെനിഫിറ്റ്സ് ഇൻ വൺ ഫ്രൂട്ട്. വിശുദ്ധ ഖുർആനിലും ബൈബിളിലും പരാമർശിക്കുന്ന നൂഹയുടെ പേടകം ഇതാ പുനരവതരിക്കുന്നു. കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ ഏപ്രിൽ 1 മുതൽ 20 വരെ ഹാഫ് ബേക്ക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കാർഷിക പുഷ്പമേള. വിദേശീന മത്സ്യങ്ങൾ, കിളികൾ, പ്രാവുകൾ, കോഴികൾ, നായകൾ തുടങ്ങി എല്ലാവിധ ഓമന വളർത്തുമൃഗങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയും. വ്യത്യസ്തങ്ങളായ ഗൃഹോപകരണങ്ങളുടെ ഷോപ്പിംഗ് മാമാങ്കം. ഒപ്പം രുചിപ്പൂരമൊരുക്കി ഫുഡ് ഫെസ്റ്റിവലും. രാവിലെ 11 മണി മുതൽ 8:30 വരെ. ഫ്ലാഷ്. വാർത്തകൾ തുടരുന്നു. ദളിത് വിഭാഗക്കാരുടെ വോട്ടിന് വേണ്ടിയാണ് രാഷ്ട്രീയക്കാർ അംബേദ്കറെ അനുസ്മരിക്കുന്നതെന്ന് കേരള ദളിത് ഫെഡറേഷൻ സ്റ്റേറ്റ് വർക്കിംഗ് പ്രസിഡന്റ് TP ഭാസ്കരൻ. ഡോക്ടർ BR അംബേദ്കറിന്റെ 25ാം ജന്മദിനം അനുസ്മരിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറിന്റെ 125-ാം ജന്മദിനം ആചരിച്ചു. റെയിൽവേ സ്റ്റേഷന് പരിസരത്ത് ഡോക്ടർ ബി.ആർ. അംബേദ്കറിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ കേരള ദളിത് ഫെഡറേഷൻ സ്റ്റേറ്റ് വർക്കിംഗ് പ്രസിഡന്റ് ടി.പി. ഭാസ്കരൻ പുഷ്പാർച്ചന നടത്തി. ദളിത് വിഭാഗക്കാരുടെ വോട്ടിനു വേണ്ടിയാണ് അംബേദ്കറെ രാഷ്ട്രീയക്കാർ അനുസ്മരിക്കുന്നതെന്ന് ടി.പി. ഭാസ്കരൻ പറഞ്ഞു. അംബേദ്കറിസം കൊണ്ട് ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗക്കാർ പുരോഗതിയിലേക്ക് വരികയുള്ളൂ എന്നാണ്. അംബേദ്കറിസമാണ് പട്ടിക വിഭാഗങ്ങളുടെ പുരോഗതിയുടെ അടിസ്ഥാന ശില എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് പി.ടി. ജനാർദ്ദനൻ അധ്യക്ഷനായിരുന്നു. ദളിത് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എ.ടി. ദാസൻ, സി.കെ. രാമൻകുട്ടി, പി.പി. കമല, പി.പി. കാർത്തിയായനി തുടങ്ങിയവർ പങ്കെടുത്തു. സമൃദ്ധിയുടെ ആഘോഷമായി മലയാളികൾ കൊണ്ടാടുന്ന ഈ വിഷുക്കാലത്തും സമരത്തിന്റെ പാതയിലാണ് കോഴിക്കോട് ഫറോക്കിലെ ഓട് കമ്പനി തൊഴിലാളികൾ. മാനേജ്മെന്റിനെതിരെ സംയുക്ത തൊഴിലാളി സംഘടനകൾ നടത്തിവരുന്ന സമരം വിഷുദിനത്തിൽ 86-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഒരു കാലത്ത് ഫറോക്കിന്റെ ഖ്യാതി ലോകത്തെമ്പാടും എത്തിച്ച ഓട് വ്യവസായം തൊഴിലാളി സമരങ്ങൾ മൂലം നിശ്ചലമായിട്ട് 85-ലധികം ദിവസങ്ങൾ പിന്നിട്ടു. മാനേജ്മെന്റിന്റെ തൊഴിലാളികളോടുള്ള ധാർഷ്ട്യ നിലപാടാണ് സമരം നീണ്ടുപോകാൻ കാരണം. ലോകത്തെമ്പാടുമുള്ള മലയാളികൾ സമൃദ്ധിയുടെ പൊൻകണിയൊരുക്കി വിഷു ആഘോഷിക്കുമ്പോൾ പട്ടിണിയുടെ ഭാരവും പേറി ഒരു വിഷുക്കാലത്തെ അഭിമുഖീകരിക്കുകയാണ് ഓട് കമ്പനി തൊഴിലാളികളും കുടുംബങ്ങളും. ഈ സാഹചര്യത്തിലാണ് ഇവർക്ക് അല്പമെങ്കിലും ആശ്വാസമേകി സമരസഹായ സമിതി മുഴുവൻ തൊഴിലാളികൾക്കും 10 കിലോ അരി നൽകാൻ തീരുമാനമെടുത്തത്. തൊഴിലാളികൾക്കുള്ള അരി വിതരണം സമരസഹായ സമിതി പ്രസിഡന്റ് മുഹമ്മദ് ഹസൻ ഉദ്ഘാടനം ചെയ്തു. സമരസഹായ സമിതിയുടെ അരി വിതരണം തങ്ങൾക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ലെന്ന് തൊഴിലാളികൾ പറഞ്ഞു. നമ്മളെ കുടുംബം വളരെയേറെ കഷ്ടപ്പാട് ദുരിതം സഹിച്ചാണ് പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ നേരത്തെ ഉണ്ടായ പോലെ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ സഹായം കൊണ്ടാണ് ഞങ്ങൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുവന്നത്. ഇനി ഇതുപോലുള്ള ആൾ സഹായം കൊണ്ട് തന്നെ ഈ സമരം എന്തായാലും തന്നെ ഈ മുതലാളിമാരുടെ മുമ്പിൽ ഞങ്ങൾ അടിയറ വെക്കില്ല. എല്ലാവരും ആർഭാട് ആഘോഷങ്ങളും ഈ വിഷു ആഘോഷിക്കുമ്പോൾ നമ്മളെ കുട്ടികൾ കഷ്ടപ്പാടും കണ്ണീർപ്പാട് ജീവിക്കുന്നത്. അത് കണ്ടറിഞ്ഞിട്ടാണ് ഇവരെ പോലുള്ള ആളുകൾ നമ്മളെ സഹായിക്കാൻ തയ്യാറ്. 5 കമ്പനികളിലെ 800ഓളം ജീവനക്കാർക്ക് അരി വിതരണം നടത്തി. പരിപാടിയിൽ പി. പീതാംബരൻ, എം. ഗിരീഷ്, ടി. മനോഹരൻ, എ. വി. മുഹമ്മദ് റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾ പ്രതിഷേധിച്ചുകൊണ്ട് കേരള പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പട്ടിണി സമരം നടത്തി. കേരള പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ.ടി. അരവിന്ദാക്ഷൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കേന്ദ്ര സർക്കാർ തുടർന്നു വരുന്ന തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് കേരള പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പട്ടിണി സമരം സംഘടിപ്പിച്ചത്. 10 മാസം മുമ്പേ അധികാരത്തിൽ വന്ന മോദി സർക്കാർ കോർപ്പറേറ്റുകൾക്ക് സംരക്ഷണം ഒരുക്കുകയും തൊഴിലാളികളെ പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും തള്ളിവിടുകയും ചെയ്യുന്ന നയമാണ് തുടർന്നു വരുന്നതെന്ന് അസോസിയേഷൻ നേതാക്കൾ ആരോപിച്ചു. ഇതുവരെ നൽകിയിരുന്ന PF പെൻഷൻ മിനിമം തുകയായ 1000 രൂപ വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തുന്നത്. NDA സർക്കാരിന്റെ ഈ നീക്കത്തിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധം അലയടിക്കുന്നതിന്റെ ഭാഗമായാണ് കേരളത്തിലും വിവിധ കേന്ദ്രങ്ങളിലായി പട്ടിണി സമരം നടത്തിക്കൊണ്ട് കേരള പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രതിഷേധിച്ചത്. സംസ്ഥാന പ്രസിഡന്റ് കെ.ടി. അരവിന്ദാക്ഷൻ പട്ടിണി സമരം ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളോട് യാതൊരുവിധ താല്പര്യവുമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് ഈ കേന്ദ്ര സർക്കാർ. ഇപ്പോൾ വിധവാ പെൻഷൻ നിർത്തലാക്കിയിരിക്കുകയാണ്. വിധവാ പെൻഷൻ, അതുപോലെ അനാഥർക്ക് നൽകേണ്ട സഹായങ്ങൾ, ഇതെല്ലാം തന്നെ നിരവധി നിരവധി ക്ഷേമ പെൻഷനുകളാണ് കേന്ദ്ര സർക്കാർ തടഞ്ഞു വച്ചിരിക്കുന്നത്. വെസ്റ്റിൽ ഗരുഡൻകുളം പരിസരത്ത് നടന്ന സമരത്തിൽ നിരവധി അസോസിയേഷൻ അംഗങ്ങൾ പങ്കെടുത്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് R.K. വേലായുധൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് MP സൂര്യനാരായണൻ, M. കുഞ്ഞിരാമനുണ്ണി, K.P. ജോസ്, P. വേലായുധൻ നായർ, VP മുഹമ്മദ്, K. ശോഭന, P.K. വത്സല എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ T.C. സ്വാമി സ്വാഗതവും K. പ്രേംകുമാർ നന്ദിയും പ്രകാശിപ്പിച്ചു. ഇന്ത്യയെ നേടിയെടുക്കാൻ വേണ്ടി നടത്തുന്ന സ്വാതന്ത്ര്യ സമരത്തിലെ ഉജ്ജ്വല മുഹൂർത്തമായ ജാലിയൻ വാലാബാഗ് സമരത്തിന് ഇന്ത്യയെ വലിയ കമ്പനികൾക്ക് തീരെഴുതി കൊടുക്കാൻ നിയമനിർമ്മാണം നടത്തുന്ന പുതിയ കാലത്ത് പ്രസക്തിയുണ്ടെന്ന് ഏകതാ പരിഷത്ത് അഖിലേന്ത്യാ ചെയർമാൻ PV രാജഗോപാൽ കോഴിക്കോട്ട് നടന്ന ജാലിയൻ വാലാബാഗ് സമരത്തിന്റെ 96-ാം വാർഷിക പരിപാടികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജാലിയൻ വാലാബാഗ് സമരത്തിന്റെ 96-ാം വാർഷികത്തോടനുബന്ധിച്ച് ഗാന്ധി പീസ് ഫൗണ്ടേഷൻ കടപ്പുറത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ സ്മൃതി സദസ്സ് സംഘടിപ്പിച്ചു. ഏകതാ പരിഷത്ത് അഖിലേന്ത്യാ ചെയർമാനും ഭൂസമര നായകനുമായ PV രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഹിസ്റ്ററിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ചടങ്ങിൽ ഗാന്ധി പീസ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് C. കൃഷ്ണമൂസ് അധ്യക്ഷം വഹിച്ചു.
സ്വാതന്ത്ര്യ സമര സേനാനി പി വാസു, മദ്യനിരോധന സമിതി സ്റ്റേറ്റ് സെക്രട്ടറി ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ, സർവോദയ മണ്ഡലം സംസ്ഥാന സെക്രട്ടറി TKA അസീസ്, BK ബാലകൃഷ്ണൻ നായർ, U രാമചന്ദ്രൻ, ഗാന്ധി പീസ് ഫൗണ്ടേഷൻ സെക്രട്ടറി T ബാലകൃഷ്ണൻ, സർവോദയ മണ്ഡലം വൈസ് പ്രസിഡന്റ് P ശിവാനന്ദൻ എന്നിവർ സംസാരിച്ചു. ജീവിതത്തിലും സമൂഹത്തിലും മാത്രമല്ല അറിവിന്റെ മാധ്യമങ്ങളിൽ പോലും ആദിവാസികളെ അന്യരാക്കി നിർത്തുന്നുവെന്ന യാഥാർത്ഥ്യം തുറന്നു കാണിക്കുകയാണ് അശത് നയാഗ മാതൃഭാഷ എന്ന ഡോക്യു ഫിക്ഷൻ. സിന്ധു സാജൻ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം പാലക്കാട് ജില്ലാ പഞ്ചായത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. മാതൃമൊഴിയാണ് മാതൃഭാഷ എന്ന സന്ദേശവുമായി അംഗത് നാഗ ഹ്രസ്വചിത്രം. ഭാഷയുടെയും സംസ്കാരത്തിന്റെയും പേരിൽ പാർശ്വവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ആദിവാസി സമൂഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ഈ ചിത്രം. ഭാഷയെ ഇല്ലാതാക്കലാണ് അധിനിവേശത്തിലേക്കുള്ള ആദ്യപടിയെന്ന് അംഗത് നായക പറയുന്നു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച ചിത്രത്തിന്റെ പ്രദർശനവും ചർച്ചയും അളകാപുരിയിൽ നടന്നു. വെള്ളി എന്ന ആദിവാസി ബാലന്റെ കാഴ്ചയിലൂടെയും അനുഭവങ്ങളിലൂടെയുമാണ് ചിത്രത്തിന്റെ കഥ വികസിക്കുന്നത്. സ്കൂൾ പ്രവേശനത്തിന് എത്തുന്ന ആദിവാസി വിദ്യാർത്ഥികളുടെ തനതു ഭാഷ വേറെയാണെങ്കിലും മലയാളമെന്നാണ് അധ്യാപകൻ രേഖപ്പെടുത്തുന്നത്. ഇത് വെള്ളിയിൽ സൃഷ്ടിക്കുന്ന ആശയക്കുഴപ്പത്തിലൂടെയാണ് കഥ ആരംഭിക്കുന്നത്. വെള്ളിയുടെ വീട്ടിലും പരിസര പ്രദേശങ്ങളിലും ഉപയോഗിക്കുന്ന ഭാഷയല്ല സ്കൂളിൽ അധ്യാപകർ പറയുന്നത്. പലതും അവന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഭാഷയുടെ തടസ്സം കൊണ്ട് സ്കൂൾ പഠനം പോലും അവന് ഉപേക്ഷിക്കേണ്ടി വരുന്നു. ആത്മവിശകലനത്തിൽ കുട്ടിയെ സ്കൂളിൽ നിന്ന് അകറ്റിയതിന്റെ കാരണം അധ്യാപിക കണ്ടെത്തുന്നു. ഏതൊരാളും താൻ ഇടപെടുന്ന സമൂഹത്തിന്റെ ഭാഷയും സംസ്കാരവും ഉൾക്കൊള്ളേണ്ടതുണ്ടെന്ന് എന്ന അധ്യാപികയുടെ തിരിച്ചറിവിലാണ് ചിത്രം അവസാനിക്കുന്നത്. അധ്യാപികയും നാടക പ്രവർത്തകയുമായ സിന്ധു സാജനാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത്. പ്രവീൺ, അക്ഷയ ബാലൻ, കാട മൂപ്പത്തി, നഞ്ചി മൂപ്പത്തി, രാധിക, സിസിലി റാണി, രവീന്ദ്രൻ തുടങ്ങിയവരാണ് അഭിനേതാക്കൾ. അളകാപുരിയിൽ നടന്ന പ്രദർശനം കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. AK അബ്ദുൽ ഹക്കീം അധ്യക്ഷനായിരുന്നു. ഡോക്ടർ TK അബ്ബാസ് അലി, മുഹമ്മദ് ഷെരീഫ്, ഡോക്ടർ വാസുദേവൻ, ഡോക്ടർ MC അബ്ദുൽ നാസർ, സിന്ധു സാജൻ, ഡോക്ടർ V അബ്ദുൽ ലത്തീഫ് എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത്? ഓർഗാനിക് ഫാമിൽ നിന്ന് ശേഖരിക്കുന്ന നെല്ലിക്കയാൽ തയ്യാർ ചെയ്യപ്പെടുന്ന നിവി ആംല ജ്യൂസ് ആഹാരത്തിന്റെ ഭാഗമാക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. നിവി ആംല ജ്യൂസ്. നിവി ആംല ജ്യൂസ്, മെനി ബെനിഫിറ്റ്സ് ഇൻ വൺ ഫ്രൂട്ട്. Artistry Branded Jewelry Show. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കോഴിക്കോട് രാംമോഹൻ റോഡിലുള്ള ഷോറൂമിൽ ഏപ്രിൽ 4 മുതൽ 14 വരെ അപൂർവ രത്നാഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. വിദഗ്ധ കലാകാരന്മാർ തീർത്ത ഉത്കൃഷ്ട ആഭരണങ്ങളുടെ വിശേഷ ശ്രേണി. Malabar Gold and Diamonds. Celebrate the beauty of life. ലോകത്തിന്റെ ഏത് കോണിലും നമ്മൾ ഇന്ത്യക്കാരുണ്ടാകും. നമ്മുടെ വേറിട്ട സംസ്കാരങ്ങളുണ്ടാകും. ആ സംസ്കാരത്തിന് പ്രൗഢിയേകുവാൻ പട്ടിലെ സൃഷ്ടികളുണ്ടാകും. സ്വന്തം തറികളിൽ കല്യാൺ സിൽക്സ് നെയ്തൊരുക്കുന്ന മംഗല്യപ്പട്ട് 1 നൂറ്റാണ്ടിലേറെയായി ഇന്ത്യയുടെ അഭിമാനമാണ്. കല്യാൺ സിൽക്സ്, ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. 21 ഷോറൂമുകൾ, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. വാർത്തകൾ തുടരുന്നു. ലക്ഷദ്വീപ് നിവാസികൾക്ക് ആദ്യത്തെ ഹിന്ദി പുസ്തകവുമായി 15കാരി. കവരത്തി സ്വദേശി ജസീം ഷെറീനാണ് തന്റെ ഹിന്ദി കവിതകൾ പഹല കദം എന്ന പേരിൽ പുസ്തകമാക്കി പുറത്തിറക്കിയത്. കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി ഡോക്ടർ PV കൃഷ്ണൻ നായർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയ്ക്ക് പുസ്തകം നൽകി പ്രകാശനം ചെയ്തു. കവരത്തിയിലെ കേന്ദ്രീയ വിദ്യാലയത്തിലെ 10ാം തരം വിദ്യാർത്ഥിയായ ജാസ്മിന്റെ കവിതയിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണിത്. ദേശീയ ഭാഷയോട് ഇഷ്ടം കൊണ്ടാണ് ജസീം രചനകൾ ഹിന്ദിയിലാക്കിയത്. കവിതകൾ പുസ്തകമാക്കിയപ്പോൾ സന്ദർഭവശാൽ ലക്ഷദ്വീപിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന ആദ്യത്തെ പുസ്തകമായി പഹല കദം മാറി. പ്രകൃതി രമണീയമായ ദ്വീപിലിരുന്ന് ബാല്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മഴയെക്കുറിച്ചുമെല്ലാം ജസീം എഴുതിയിട്ടുണ്ട്. കുട്ടിക്കാഴ്ചകൾ സമ്മാനിച്ച 14 കവിതകളാണ് പുസ്തകത്തിലുള്ളത്. ഭാഷാ സമന്വയവേദിയാണ് പ്രാസാധകർ. കവരത്തി ദ്വീപ് ആശിയാനിൽ ജാഫർ ഷാഫിയുടെയും ഡോക്ടർ സൈദാബിയുടെയും മകളാണ് ജസീം. കോഴിക്കോട് NIT വിദ്യാർത്ഥിനി ജാസ്മിൻ ഷെറിൻ സഹോദരിയാണ്. അളകാപുരിയിൽ നടന്ന ചടങ്ങിൽ കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി ഡോക്ടർ PV കൃഷ്ണൻ നായർ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള പുസ്തകം സ്വീകരിച്ചു.
ഭാഷാ സമന്വയവേദി പ്രസിഡന്റ് ഡോക്ടർ ആർസ് പുസ്തക പരിചയവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. ഡോക്ടർ MN കാരശ്ശേരി, പോൾ കല്ലാനോട്, കാനേഷ് പൂനൂർ, TH വത്സരാജ്, ജോഷ, മലബാർ ദ്വീപ് വെൽഫെയർ സെന്റർ പ്രസിഡന്റ് PP ഹംസ, അഡ്വക്കേറ്റ് KP മുത്തുക്കോയ, സിറാജ് കോയ, ജാഫർ ഷാ എന്നിവർ സംസാരിച്ചു. അവശ്യ കലാകാരന്മാരുടെ ക്ഷേമം മുൻനിർത്തി സൺ ട്രസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചു. ടൗൺ ഹാളിൽ മുൻ മന്ത്രി MT പത്മ ഉദ്ഘാടനം ചെയ്തു. നാടകം, സിനിമ, സീരിയൽ രംഗത്തുള്ള നടീനടന്മാർക്ക് പുറമെ സാങ്കേതിക അണിയറ പ്രവർത്തകരും അംഗങ്ങളാണ്. സിനിമ, സീരിയൽ, നാടകരംഗത്തെ കലാകാരന്മാരുടെ സംഘടനയായ സൺ ചാരിറ്റബിൾ ട്രസ്റ്റ് ടൗൺ ഹാളിൽ കോർപ്പറേഷൻ കൌൺസിലർ MT പത്മ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനുമൊക്കെ ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പല ആളുകളും നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നില്ല എന്നുള്ളൊരു സത്യം നമ്മുടെ മുന്നിൽ ഇരിക്കുകയാണ്. കേരള സാംസ്കാരിക പരിഷത്ത് ജനറൽ സെക്രട്ടറി ജഗന്മയൻ ചന്ദ്രപുരി അധ്യക്ഷനായിരുന്നു. സൺ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി TV ബാലൻ, ചെയർമാൻ ബാലു, രക്ഷാധികാരി ഡോക്ടർ AK ജീവൻ, സംവിധായകരായ PK രാധാകൃഷ്ണൻ, ജിനൻ, ഫിലിം സിറ്റി മാസിക എഡിറ്റർ PV നവീന്ദ്രൻ, അഡ്വക്കേറ്റ് ആനന്ദകനകം എന്നിവർ സംസാരിച്ചു. അവശ്യ കലാകാരന്മാരെ സഹായിക്കുകയാണ് ട്രസ്റ്റിന്റെ മുഖ്യ ലക്ഷ്യം. ഇതിനു പുറമെ സിനിമ, നാടകം, ഷോർട്ട് ഫിലിം എന്നിവ നിർമ്മിച്ച് കോഴിക്കോട്ടെ കലാകാരന്മാരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങളും സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തും. മദ്യ മയക്കുമരുന്നുകൾക്കെതിരെയുള്ള ഡോക്യുമെന്ററികൾ നിർമ്മിച്ച് ബോധവൽക്കരണം നടത്താനും സംഘടന ലക്ഷ്യമിടുന്നുണ്ട്. നാടക, സിനിമ, സീരിയൽ രംഗത്തെ നടീനടന്മാർക്ക് പുറമെ സാങ്കേതിക പ്രവർത്തകരും മറ്റ് അണിയറ പ്രവർത്തകരും സംഘടനയിൽ അംഗങ്ങളാകും. ഓൾ കേരള മാപ്പിള സംഗീത അക്കാദമിയുടെ നേതൃത്വത്തിൽ മലബാർ കലാമേള സംഘടിപ്പിച്ചു. ഓൾ ഇന്ത്യ റേഡിയോ ആർട്ടിസ്റ്റും മാപ്പിള ഗായകനുമായ KMK വെള്ളയിൽ കലാമേള ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള മാപ്പിള സംഗീത അക്കാദമിയുടെ നേതൃത്വത്തിൽ ടൗൺ ഹാളിൽ മലബാർ കലാമേള നടത്തി. ഓൾ ഇന്ത്യ റേഡിയോ ആർട്ടിസ്റ്റും മാപ്പിള ഗായകനുമായ KMK വെള്ളയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. വനിതാ വിംഗ് പ്രസിഡന്റ് സുബൈദ കല്ലായി അധ്യക്ഷത വഹിച്ചു. മലബാറിലെ എല്ലാ കലാകാരന്മാരും മത്സരിക്കുന്ന മേളയിൽ മാപ്പിളപ്പാട്ട്, ലളിതഗാനം, നാടോടി നൃത്തം, ഭരതനാട്യം, കുച്ചിപ്പുടി, തിരുവാതിരക്കളി, സിനിമാറ്റിക് ഡാൻസ് എന്നിവ പ്രധാന മത്സര ഇനങ്ങളായിരുന്നു. ജൂനിയർ, സീനിയർ, ജനറൽ വിഭാഗം എന്നീ തലങ്ങളിലാണ് വിവിധ ഇനങ്ങളിൽ മത്സരങ്ങൾ ഉണ്ടായിരുന്നത്. സ്റ്റേറ്റ് ട്രഷറർ TM സാലിം, ഓൾ കേരള വർക്കിംഗ് പ്രസിഡന്റ് MKM കോയ എന്നിവർ നേതൃത്വം നൽകി. ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളുമായി 7 കലാകാരന്മാരുടെ ചിത്രപ്രദർശനം ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. ഇലയനക്കങ്ങൾ എന്ന് പേരിട്ട പ്രദർശനം 17-ന് സമാപിക്കും. ഒറ്റയടി പാതകളിലൂടെയും നാട്ടിടവഴികളിലൂടെയുമുള്ള നടത്തം ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകളാണ്. ഏത് ചൂടിലും ഹരിതഭംഗി കൊണ്ടും ഇളം തെന്നൽ കൊണ്ടും മനസ്സിനും ശരീരത്തിനും കുളിർമ പകർന്ന അനുഭവങ്ങളിലേക്ക് നമ്മെ തിരിച്ചു കൊണ്ടുപോവുകയാണ് ലളിതകലാ അക്കാദമിയിൽ ആരംഭിച്ച ഇലയനക്കങ്ങൾ എന്ന ചിത്രപ്രദർശനം. പുൽനാമ്പുകളും വൃക്ഷങ്ങളും നിറഞ്ഞ് പക്ഷികളുടെ കലവിലകളാൽ മുഖരിതമായ ഗ്രാമാന്തരീക്ഷം. അവിടെ പൊതുകുളങ്ങളുണ്ട്. വലിയ തറവാടുകളും ഓലമേഞ്ഞ വീടുകളും കാവുകളുമുണ്ട്. വിശുദ്ധ മനസ്സുള്ള മനുഷ്യരുമുണ്ട്. പ്രകൃതിയും മനുഷ്യനും ഇഴയെടുപ്പും കാണിച്ച സാംസ്കാരിക പൈതൃകങ്ങളുടെ നേർക്കാഴ്ചയാണ് ഇലയനക്കങ്ങൾ എന്ന പ്രദർശനം. എന്തൊക്കെയോ കൈമോശം വന്നുവെന്നും പലതും തിരിച്ചുപിടിക്കേണ്ടവയാണെന്നും ചിത്രപ്രദർശനം ബോധ്യപ്പെടുത്തുന്നു. സുമേഷ് കമ്പല്ലൂർ, വിനോദ് അമ്പലത്തറ, ജിനേഷ് ബാബു, മനോജ് വിശ്വംഭരൻ, വിപിൻ T പാലോത്ത്, സജീന്ദ്രൻ കാറടുക്ക, മനീഷ് ദേവ് ശർമ്മ എന്നിവരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. ഈ മാസം 17 വരെ പ്രദർശനം തുടരും. താമരശ്ശേരി കേന്ദ്രീകരിച്ച് കിസാൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചു. ചടങ്ങ് MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ മാർട്ടിൻ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ വിശിഷ്ട വ്യക്തികളെ ആദരിക്കുകയും ധനസഹായ വിതരണവും നടന്നു. കർഷകരുടെ കൂട്ടായ്മ രൂപപ്പെടുത്തി അതുവഴി കാർഷിക രംഗത്ത് പുത്തൻ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണന സാധ്യതകൾ മനസ്സിലാക്കാനും അത് കർഷകർക്ക് ഉപകരിക്കുന്ന രീതിയിലാക്കുവാനും കൃഷി ലാഭകരമാക്കാനും ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കാനും കർഷകരെ ബോധവൽക്കരിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ട് കിസാൻ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചു. മാർട്ടിൻ തോമസ് ചെയർമാനായി താമരശ്ശേരി അമ്പായത്തോട് കേന്ദ്രീകരിച്ചാണ് കിസാൻ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. MK രാഘവൻ MP ട്രസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ട്രസ്റ്റ് ചെയർമാൻ മാർട്ടിൻ തോമസ് അധ്യക്ഷനായിരുന്നു. ഓരോ വ്യക്തിയിലും ഉണ്ടാകുന്ന വളർച്ച എല്ലാ ജനങ്ങളിലും എത്തുന്ന രീതിയിലാവണം എന്നുള്ള ഒരു വിശാല കാഴ്ചപ്പാടോടുകൂടി രൂപപ്പെട്ടിട്ടുള്ളതാണ്. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ അവാർഡ് ലഭിച്ച വിജിലൻസ് SP CT ടോം,
വിശിഷ്ട സേവനത്തിനുള്ള സംസ്ഥാന സർക്കാർ അവാർഡ് ലഭിച്ച താമരശ്ശേരി ഡിവൈഎസ്പി ജെയ്സൺ കെ എബ്രഹാം, തമിഴ്നാട് ഓർഗാനിക് ഫാം ഡെവലപ്പർ പി രാജേന്ദ്രൻ എന്നിവരെ MK രാഘവൻ MP ഉപഹാരം നൽകി ആദരിച്ചു. MLA-മാരായ VM ഉമ്മർ മാസ്റ്റർ, C മോയിൻകുട്ടി, പുരുഷൻ കടലുണ്ടി, മുൻ MLA K മൂസക്കുട്ടി, A ഉണ്ണികൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചടങ്ങിൽ ചികിത്സാ സഹായം, വിവാഹ ധനസഹായം, പഠനസഹായം എന്നിവ വിതരണം ചെയ്തു. ഡോക്ടർ അബ്ദുൾ റഷീദ്, AC വർക്കി, ഫാദർ സെബാസ്റ്റ്യൻ കാഞ്ഞിരക്കാട്ടുകുന്നേൽ, ബാബു പ്ലാക്കാട്ട്, രവി മങ്ങാട്, ഓമനക്കുട്ടൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ബഹുമാനപ്പെട്ട MLA. ഇനി ബിസിനസ് വാർത്തകളിലേക്ക്. ഇന്ത്യയിലെ പ്രമുഖ മൾട്ടി ബ്രാൻഡഡ് സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് ഷോപ്പായ കോസ്മോസ് സ്പോർട്സിൽ സൈക്കിൾ ഫെസ്റ്റ് ആരംഭിച്ചു. സൈക്ലിംഗ് നിത്യജീവിതത്തിലും സമൂഹത്തിലും ഉപയോഗപ്രദമാക്കേണ്ടതിന്റെ ആവശ്യകത കുട്ടികളെയും മുതിർന്നവരെയും ബോധവൽക്കരിക്കുന്നതിലൂടെ ആരോഗ്യപൂർണമായ സമൂഹ സൃഷ്ടിയാണ് സൈക്കിൾ ഫെസ്റ്റിലൂടെ കോസ്മോസ് ലക്ഷ്യമിടുന്നതെന്ന് അധികൃതർ പറഞ്ഞു. അവധിക്കാലം ആരോഗ്യകരമായ ഒരു ശീലത്തിന് തുടക്കമിടുന്ന തരത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ കോസ്മോസ് സൈക്കിൾ ഫെസ്റ്റ് സഹായകരമാകും. കേരളത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു സൈക്കിൾ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. ഏപ്രിൽ 10 ആരംഭിക്കുന്ന പ്രദർശനം മെയ് 20 അവസാനിക്കും. ഒളിമ്പ്യൻ V ദിജുവും ഒളിമ്പ്യൻ ടോം ജോസും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. മലബാർ ഗോൾഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ AK നിഷാദ്, പ്രസ് ക്ലബ് പ്രസിഡന്റും കളിയെഴുത്തുകാരനുമായ കമാൽ വരദൂർ, ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി, ഇജാസ് പി ഇസ്മായിൽ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ലോകോത്തര സൈക്കിൾ ബ്രാൻഡുകളായ ഫയർഫോക്സ്, ട്രക്ക്, ജെയിൻ, സ്റ്റാർകെയിൻ, ഹീറോ, UT ആക്സസ് തുടങ്ങിയവയുടെ മുൻപൊരിക്കലും കേരളത്തിലെ സ്പോർട്സ് പ്രേമികൾ കണ്ടിട്ടില്ലാത്ത അത്ര വ്യത്യസ്തമായ മോഡലുകൾ കോസ്മോസ് സൈക്കിൾ ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുണ്ട്. 5000 രൂപ മുതൽ 4 ലക്ഷം രൂപ വരെയുള്ള സൈക്കിളുകൾ ഇവിടെ പ്രദർശനത്തിലുണ്ട്. ബജറ്റിനും താൽപര്യങ്ങൾക്കും അനുസൃതമായി സൈക്കിളുകൾ തിരഞ്ഞെടുക്കുവാനും പ്രയോജനകരമാം വിധം സൈക്ലിംഗ് നിത്യജീവിതത്തിന്റെ ഭാഗമാക്കുവാനുള്ള ടിപ്സും കോസ്മോസ് സ്പോർട്സിന്റെ വിദഗ്ധരായ സ്റ്റാഫുകൾ ലഭ്യമാക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ വ്യായാമത്തിനും കളികൾക്കും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് വേനൽ അവധിക്കാലം കൂടുതൽ ആസ്വാദ്യമാക്കുവാൻ മറ്റ് സ്പോർട്സ് ഉപകരണങ്ങളുടെ ലോകോത്തര ബ്രാൻഡുകളിൽ നിന്നുള്ള ഏറ്റവും പുതിയ മോഡലുകളുടെ വൻ ശേഖരവും പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വാർത്തകൾ ചുരുക്കത്തിൽ. മലബാർ മേഖലയിലെ ചില്ലറ വിൽപ്പന വ്യാപാരികൾക്ക് പുതിയ ദിശാബോധം നൽകുന്നതിനായി ശില്പശാല സംഘടിപ്പിക്കുന്നു. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 26 ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലാണ് ഏകദിന ശില്പശാല നടക്കുകയെന്ന് സംഘാടകർ പറഞ്ഞു. റീറ്റെയിലേഴ്സ് ഓഫ് ഇന്ത്യയും മലബാർ ചേംബർ ഓഫ് കൊമേഴ്സും സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. കൊയിലാണ്ടി കാപ്പാട് കണ്ണൻകടവ് സ്വദേശികളായ അർഷാദ്, മുഹമ്മദ് യാസർ എന്നീ വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിക്കുകയും കള്ളക്കേസ് എടുക്കുകയും ചെയ്ത കൊയിലാണ്ടി SI രാമകൃഷ്ണനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഏപ്രിൽ 30 വൈകിട്ടാണ് സംഭവം. അണ്ടർവെയർ മാത്രം ധരിപ്പിച്ച് ലോക്കപ്പിലിട്ടതായും വിദ്യാർത്ഥികൾക്കെതിരെ സ്വീകരിച്ച നടപടിയിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കോഴിക്കോട് നഗരത്തിൽ 6ാം ഗേറ്റിന് സമീപം പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് പുതിയ വില്ലകൾ ഒരുങ്ങുന്നു. കൈറ്റ് ഡെവലപ്പേഴ്സ് ഒരുക്കുന്ന വില്ലകളുടെ ലോഞ്ചിംഗ് ഏപ്രിൽ 17 വൈകിട്ട് 4:30 ടാഗോർ ഹാളിലും 7 മണിക്ക് ബീച്ച് ഓപ്പൺ സ്റ്റേജിലുമായി നടക്കുമെന്ന് സാരഥികൾ പറഞ്ഞു. പ്രശസ്തനായ സ്പീഡ് പെയിന്റിംഗ് ആർട്ടിസ്റ്റ് വിലാസ് നായിക് 2 വേദികളിലും തന്റെ മികവ് തെളിയിച്ച ചിത്രങ്ങൾ വരയ്ക്കുമെന്നും സംഘാടകർ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗൃഹാതുരത്വത്തിന്റെ പൂത്തിരികളുമായി വിഷു ആഗതമായി. നാടും നഗരവും വിഷു ആഘോഷത്തിരക്കിൽ. വിഷൻ 2030 ഭാഗമായ ജനസഭ ഏപ്രിൽ 18, 21, 23 തീയതികളിൽ. ആരോഗ്യം, റോഡ് വികസനം, സ്ത്രീ ശാക്തീകരണം എന്നിവയ്ക്ക് മുൻതൂക്കമെന്ന് മന്ത്രി മുനീർ. രാമനാട്ടുകര ബൈപ്പാസിൽ ബസും ലോറിയും കൂട്ടിയിടിച്ച് അപകടം, 3 മരണം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ വിഷു ആശംസകൾ നേർന്നുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. Malabar Gold and Diamonds,
Celebrate the beauty of life.